പെൻഷൻ വിതരണം മുടങ്ങിയതിനെതിരെ മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചു. ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെയും അടിമാലി പഞ്ചായത്തിന്റെയും വിശദീകരണം തേടി കുടിശ്ശിക പെൻഷൻ നൽകാൻ സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി ഹൈക്കോടതി മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും. രേഷ്മ ബാബു ഉണ്ട് വിശദാംശങ്ങളുമായി. രേഷ്മ, വിധവാ പെൻഷനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സർക്കാരിന് തിരിച്ചടി നേരിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? വിഷ്ണു, പെൻഷൻ മുടങ്ങിയതിൽ ഭിക്ഷയാചിച്ച് പ്രതിഷേധം നടത്തിയ മറിയക്കുട്ടിയുടെ ആ വിഷയം വലിയ രീതിയിൽ പൊതുസമൂഹം അടക്കം ചർച്ച ചെയ്തിരുന്നു. അതിനിടയിൽ തന്നെയാണ് മറിയക്കുട്ടി നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ജൂലൈ മാസം വരെയാണ് തനിക്ക് വിധവാ പെൻഷൻ അവസാനമായിട്ട് കിട്ടിയത്. ഈ 5 മാസത്തെ വിധവാ പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പുതുവത്സരത്തിനുള്ളിൽ കുടിശ്ശിക പെൻഷൻ മുഴുവൻ നൽകാനായിട്ട് സർക്കാരിന് നിർദ്ദേശം നൽകണം എന്നുള്ളതാണ് ഹർജിയിൽ മറിയക്കുട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഈ മരുന്ന് ഉൾപ്പെടെയുള്ള തന്റെ അവശ്യ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് നിലവിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. വലിയ കടുത്ത ദാരിദ്ര്യത്തിൽ തന്നെയാണ്. ഈ വിധവാ പെൻഷൻ കൊണ്ടാണ് തന്റെ നിത്യ ചെലവുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതി കൃത്യമായിട്ട് ഇടപെടണമെന്നുള്ള ആവശ്യവും ഈ ഹർജിയിൽ മറിയക്കുട്ടി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. 5 മാസത്തെ കുടിശ്ശിക പെൻഷൻ നൽകുന്നതിനോടൊപ്പം ഇനി വീണ്ടും ഭാവിയിൽ ഇത്തരത്തിൽ പെൻഷൻ വിതരണം മുടങ്ങില്ല എന്നുള്ള രീതിയിൽ ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി സർക്കാരിന് നൽകണം. മാത്രവുമല്ല, കേന്ദ്രത്തിന്റെ പെൻഷൻ വിഹിതം ഏതെങ്കിലും തരത്തിൽ മുടക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തുക സംസ്ഥാന സർക്കാരിന് നൽകാനായിട്ടുള്ള നിർദ്ദേശം കൂടി നൽകണമെന്നും പ്രസ്തുത ഹർജിയിൽ മറിയക്കുട്ടി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഹർജി ഹൈക്കോടതി മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും. ഹർജിയിൽ ഹൈക്കോടതി നിലവിൽ അടിമാലി പഞ്ചായത്തിന്റെയും ഒപ്പം തന്നെ സർക്കാരിന്റെയും വിശദീകരണം തേടിയിരിക്കുകയാണ്. ഈ രണ്ടുപേരുടെയും വിശദീകരണം കേട്ടതിന് ശേഷമായിരിക്കും ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം സ്വീകരിക്കുക. ശരി, മറിയക്കുട്ടിയുടെ ഹർജിയിൽ സർക്കാരിന്റെയും പഞ്ചായത്തിന്റെയും വിശദീകരണം തേടിയിരിക്കുകയാണ് ഹൈക്കോടതി. രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.